വിനോദ്, രണ്ടാം ഹീറ്റ്സ് മത്സരം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഇതിൽ ഒന്നാം ഹീറ്റ്സ് മത്സരത്തിൽ കാരിച്ചാൽ ഒന്നാമതായി ഫിനിഷ് ചെയ്തു, വള്ളപ്പാട് ഫിനിഷ് ചെയ്തു. എന്നാൽ പോലും ഫൈനലിലേക്ക് യോഗ്യത നേടിയെന്ന് പറയാറായിട്ടില്ല. ഈ 21 ചുണ്ടൻ വള്ളങ്ങളിൽ ഏറ്റവും വേഗതയിൽ, അതായത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് കടക്കുന്ന 4 ചുണ്ടൻ വള്ളങ്ങളാവും ഫൈനലിൽ മത്സരിക്കുക. ആ ഫൈനലിൽ ജയിക്കുന്നവരാവും വെള്ളിക്കപ്പിൽ മുത്തമിടുക. ഇതിൽ ആദ്യ ഹീറ്റ്സിൽ മത്സരിച്ച കാരിച്ചാൽ വള്ളപ്പാടിന് ഫിനിഷ് ചെയ്തു എങ്കിൽ പോലും അത് എത്രയാണ് ടൈം എന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ 6 ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കും. ആ 6 ഹീറ്റ്സ് മത്സരങ്ങളിലും ഓരോ ചുണ്ടൻ വള്ളങ്ങളും ഫിനിഷ് ചെയ്ത് സമയം പരിശോധിച്ച് അതിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷിംഗ് പോയിന്റ് കടന്ന 4 ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിലേക്ക് കടക്കുക. അതേ സമയക്രമം പരിഗണിച്ചുകൊണ്ട് മറ്റേ ലൂസേഴ്സ് ഫൈനലും ഒന്നാം ലൂസേഴ്സ് ഫൈനൽ, അങ്ങനെ 4 ലൂസേഴ്സ് ഫൈനലുകൾ നടക്കും. അതിനുള്ള ചുണ്ടൻ വള്ളങ്ങളെയും തീരുമാനിക്കും. അത് 21 ചുണ്ടൻ വള്ളങ്ങളുടെയും മത്സരം, ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായതിനു ശേഷമാണ് ഫൈനലിലാര്, മറ്റ് ഓരോ ലൂസേഴ്സ് ഫൈനലിലും ആരൊക്കെ മത്സരിക്കുന്നു, ഓരോ ചുണ്ടൻ വള്ളങ്ങളുടെയും സ്ഥാനം എത്രാമതാണ് എന്ന് നിശ്ചയിക്കുകയുള്ളൂ. മുൻകാലങ്ങളിൽ ഹീറ്റ്സിൽ ആര് ജയിക്കുന്നോ അവർ ഫൈനലിലേക്ക് കടന്നിരുന്നു. അത് ഏതാനും വർഷങ്ങളായി തന്നെ അത് ഒഴിവാക്കി സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫൈനലിലേക്ക് ചുണ്ടൻ വള്ളങ്ങളുടെ യോഗ്യത നിശ്ചയിക്കുന്നത്. ഇപ്പോൾ രണ്ടാം ഹീറ്റ്സ് മത്സരം ആരംഭിച്ചിരിക്കുന്നു. അതിൽ കരുവറ്റ പുത്തൻ ചുണ്ടനാണ് ഒന്നാം ട്രാക്കിലൂടെ വരുന്നത്. BBM ബോട്ട് ക്ലബ്ബ് വൈശ്യം ഭാഗമാണ് തുഴയുന്നത്. രണ്ടാം ട്രാക്കിലൂടെ ചെറുതന തെക്കേക്കര ബോട്ട് ക്ലബ്ബ് മങ്കൊമ്പാണ് തുഴയുന്നത്. മൂന്നാം ട്രാക്കിലൂടെ നടുവിലെ പറമ്പൻ ഇമാനുവൽ ബോട്ട് ക്ലബ്ബ് ആണ്, കുമരകത്തു നിന്നുള്ള ഇമാനുവൽ ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. നാലാം ട്രാക്കിലൂടെ പായിപ്പാടിന്റെ പഴയ ചുണ്ടൻ, പായിപ്പാടൻ നമ്പർ 2 എന്ന ചുണ്ടൻ ആണ് വരുന്നത്. അതിൽ പായിപ്പാട് കരക്കാർ തന്നെയാണ് തുഴയുന്നത്. ആവേശം ഈ മത്സരത്തിലും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം ഹീറ്റ്സ് മത്സരത്തിലേക്ക് ഈ പുന്നമട ഈ സാക്ഷ്യം വഹിക്കുകയാണ്. എന്തായാലും ഏറ്റവും വാശിയേറിയ രണ്ടാം ഹീറ്റ്സ് മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. വള്ളങ്ങൾ ഏകദേശം പകുതിയോട് അടുക്കുന്നു. ഈ ഫൈനലിലേക്ക് കാഴ്ചയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന, എല്ലാവരും ആർപ്പ് വിളിച്ച് കാത്തിരിക്കുന്ന രണ്ടാം ഹീറ്റ്സ് മത്സരം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഈ വള്ളം നടക്കുകയാണ്. ചെറുതനയും നടുവിലെ പറമ്പൻ ചുണ്ടനും തമ്മിലാണ് മത്സരം നടക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. മറ്റ് 2 വള്ളങ്ങളും അല്പം പിറകിലാണ്. കഴിഞ്ഞ ഹീറ്റ്സിന് സമാനമായി തന്നെ ഇതിലും മികച്ച വള്ളങ്ങൾ കുറവാണ്. ചെറുതന നല്ല തുഴച്ചിലാണ്, നല്ല ചുണ്ടനാണ്. അതുപോലെ തന്നെ നടുവിലെ പറമ്പനും നല്ല തുഴച്ചിൽ, നല്ല ടീമാണ്. അതോടൊപ്പം തന്നെ നല്ല ചുണ്ടനുമാണ്, പുതിയ ചുണ്ടനാണ്. അത്തരത്തിൽ ആ 2 വള്ളങ്ങളും തമ്മിൽ മത്സരം നടക്കുമ്പോൾ അത്ര കണ്ട് നല്ല ഒരു ബോട്ട് ക്ലബ് അല്ല കരുവറ്റ പുത്തൻ ചുണ്ടനിലും പായിപ്പാടിലും തുഴയുന്നതെന്ന് പറയേണ്ടി വരും. പായിപ്പാട്ടിൽ നിന്നും പായിപ്പാടൻ ചുണ്ടൻ മത്സരിക്കുന്നുണ്ട്. അതിൽ തുഴയുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ്. അതിന്റെ ട്രയലിനും മറ്റും തെരഞ്ഞെടുത്ത വള്ളമാണ് പായിപ്പാടൻ പഴയ ചുണ്ടൻ. ഇപ്പോൾ എന്തു തന്നെയായാലും അത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ലക്ഷ്യമാക്കി വാശിയോടെ വീറും വാശിയും നിറഞ്ഞ കരകളുടെ ആവേശം, ആ ആത്മധൈര്യം അത് ആവാഹിച്ചുകൊണ്ട് ഇഞ്ചോടിഞ്ചൊരു പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി 2 വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇരുകരകളും ആവേശത്തോടെ ആർപ്പ് വിളിക്കുകയാണ്. വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഏറ്റവും വലിയൊരു ആവേശത്തിലേക്ക് ഈ പുന്നമട ഒന്നാകെ, ഈ കായൽക്കര ഒന്നാകെ, ആലപ്പുഴ ഒന്നാകെ, വള്ളക്കുവളിക്ക് ദേവികളുടെ മനസ്സൊന്നാകെ ആർപ്പ് വിളിക്കുന്നതിനൊപ്പമാണ് ചെറുതനച്ചുണ്ടനും നടുവിലെ പറമ്പനും ഒപ്പത്തിനൊപ്പം ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുകയാണ്. രണ്ടാം ട്രാക്കിലൂടെ ചെറുതനെ തുഴയുന്നത് തെക്കേക്കര ബോട്ട് ക്ലബ്ബ് മങ്കൊമ്പാണ്. അതോടൊപ്പം തന്നെ നടുവിലെ പറമ്പൻ ഇമാനുവൽ ബോട്ട് ക്ലബ്ബ്, രണ്ടും ഒപ്പത്തിനൊപ്പം കഴിഞ്ഞ ഫൈനലിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസം മാത്രമാവും 2 ചുണ്ടനും തമ്മിൽ ഉണ്ടാവുക. ഒപ്പത്തിനൊപ്പം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നു. ആര് പോരാട്ടം, ആരാവും ഇതിൽ ഒന്നാമതെത്തുക കണ്ടറിയണം. ഏറ്റവും വാശിയേറിയ മത്സരം ഈ തവണത്തെ നെഹ്റു ട്രോഫി ജലമേളയിൽ ഏറ്റവും വാശിയേറിയ മത്സരത്തിൽ നടുവിലെ പറമ്പൻ ഒന്നാമതായി ഫിനിഷ് ചെയ്തു. ഒരു തുഴപ്പാടകല മാത്രമാണ് ചെറുതന പിന്നിൽ പോയത്. നടുവിലെ പറമ്പൻ ഒന്നാമതായി രണ്ടാം ഹീറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു. വിനോദ്, രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരത്തിൽ നടുവിലെ പറമ്പൻ അങ്ങനെ നടുവിരിച്ചുകൊണ്ട് വിജയക്കുതിപ്പിലേക്ക് കയറിയിരിക്കുന്നു. ഇനിയും രണ്ടാം ഹീറ്റ്സിന്റെ മത്സരമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയത്. ചെറുതന ചുണ്ടൻ, അതുപോലെ തന്നെ നടുവിലെ പറമ്പൻ, പായിപ്പാടൻ എന്നീ മത്സരങ്ങളാണ് രണ്ടാം
ബോട്ട് ക്ലബ്ബ്, ട്രാക്ക് 2 തലവടി ചുണ്ടൻ, ട്രാക്ക് 3 മേൽപ്പാടം ചുണ്ടൻ, ട്രാക്ക് 4 ആലപ്പാടൻ വെള്ളൂർ ബോട്ട് ക്ലബ്ബ് എന്നീ 4 ചുണ്ടനുകളാണ് ഇനിയും മൂന്നാമത്തെ ഹീറ്റ്സ് മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. 2 ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. അതിൽ അരുൺ കൊടുങ്ങൂരും സുധീഷ് ഗോപാലും ചേർന്നു. സുധീഷ്, അരുണ്, 2 ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായി. ഇനി മൂന്നാമത്തെ മത്സരം. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും മൂന്നാമത്തെ ഹീറ്റ്സ് മത്സരത്തിന് പുന്നമടക്കാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് ഫൈനലിലേക്ക് ഏറ്റവും വിജയം പ്രതീക്ഷിക്കുന്ന, ഇല്ലെങ്കിൽ വെള്ളിക്കപ്പിൽ മുത്തമിടുമെന്ന് പ്രതീക്ഷിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്നു എന്നത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് തലവടി ചുണ്ടൻ UBC കൈനകരി തുഴയുന്നു. മേൽപ്പാടൻ ചുണ്ടൻ നിലവിലെ ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്നു. കഴിഞ്ഞ 5 തവണയും പുന്നമടയിൽ ചരിത്രം സൃഷ്ടിച്ച ബോട്ട് ക്ലബ്ബാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. പള്ളാത്തുരുത്തിയുടെ കരുത്തിലാണ് മേൽപ്പാടൻ ചുണ്ടൻ ഇവിടേക്ക് എത്തുന്നത്. കഴിഞ്ഞ വർഷം വീട്ടിലിറങ്ങിയ ചുണ്ടനാണ് മേൽപ്പാടൻ ചുണ്ടൻ. കഴിഞ്ഞ തവണ കുമരകം ബോട്ട് ക്ലബ്ബായിരുന്നു തുഴഞ്ഞതെങ്കിൽ ഇപ്രാവശ്യം തുടർച്ചയായ 5 വിജയങ്ങൾ. 2018 ശേഷം മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത വിജയ തുടർച്ച. ആ വിജയ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ഡബിൾ ഹാട്രിക്. ഇത്തവണ കൂടി ജയിച്ചാൽ 6 തവണ തുടർച്ചയായി വിജയിക്കുന്ന ചുണ്ടന് വിജയിക്കുന്ന ബോട്ട് ക്ലബ്ബ് എന്ന ആ അപൂർവ റെക്കോർഡിന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അർഹനാവും. അതിനുവേണ്ടിയുള്ള തുഴച്ചിലാണ് മേൽപ്പാടൻ ചുണ്ടനിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നടത്തുന്നത്. 40 ദിവസത്തിലധികം നീണ്ടുനിന്ന കഠിന പരിശീലനത്തോടെയാണ് എത്തുന്നത്. ചമ്പക്കുളത്തെയും നമുക്ക് കുറച്ച് കാണാൻ ആവില്ല. 9 തവണ നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളമാണ് ചമ്പക്കുളം. ചമ്പക്കുളത്തിന്റെ പുത്തൻ ചുണ്ടനാണ്. ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. അതോടൊപ്പം തന്നെ ആലപ്പാടൻ ചുണ്ടനുമുണ്ട്. 1993 വീട്ടിലിറങ്ങിയ ചുണ്ടനാണ് ആലപ്പാടൻ. 98-ലും 95-ലും വിജയികളായ ചുണ്ടൻ. ആ ചുണ്ടനെ വേളൂർ ബോട്ട് ക്ലബ്ബ് ആണ് തുഴയുന്നത്. എന്തു തന്നെയായാലും ഇതിലെ 2ഉം 3ഉം ട്രാക്കുകളിലാണ് ഏറ്റവും ശക്തമായ മത്സരം നടക്കുക. കഴിഞ്ഞതിലും അതുപോലെയായിരുന്നു. ചെറുതനെയും നടുവിലെ പറമ്പിനുമായിരുന്നെങ്കിൽ ഇത്തവണ തലവടിയും മേൽപ്പാടവും തമ്മിലുള്ള അതിശക്തമായ മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2 വള്ളങ്ങളും ഫൈനലിലേക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഇതിൽ ഒരാൾ അല്പം പിന്നിലായാൽ പോലും സമയത്തിന്റെ ആ മുന്നേറ്റം കൊണ്ട് മറ്റ് ചുണ്ടൻ വള്ളങ്ങളെ മറികടന്ന് ഫൈനലിലേക്ക് എത്താൻ UBC കൈനകരി തുഴയുന്ന തലവടി ചുണ്ടനും അതോടൊപ്പം തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന മേൽപ്പാടും ചുണ്ടനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഹീറ്റ് മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അല്ലല്ലോ, അത് തന്നെയാണ്. കാണികൾക്ക് കൃത്യമായി ഓരോ വള്ളത്തിനും ഓരോ സമ്മാനങ്ങൾ നേടിയ ഓരോ പോരാട്ടത്തിന്റെ വർഷങ്ങൾ അതൊക്കെ തന്നെ കൃത്യമായി പങ്കുവെച്ചുകൊണ്ട്, കൃത്യമായ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ പുന്നമടയിലെ ആവേശം അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു മത്സരം. ആ ഒരു മത്സരം അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയൊരു ആവേശത്തിന് അപ്പുറത്തേക്ക് വലിയൊരു വീര്യം, ഒരു കരയുടെ അഭിമാനം, ജീവൻ മരണ പോരാട്ടമെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ജലമാമാങ്കം. ഓളപ്പരപ്പിലത്തെ ഒളിമ്പിക്സ് എന്ന വെറും ഒരു